പാലക്കാട്ട് ആരോടും പറയാതെ ബ്രൂവറിക്ക് അനുമതി നൽകി കേരളത്തെ മദ്യത്തിൽ മുക്കിയ നടപടിയെ ഒരു ഉളുപ്പുമില്ലാതെ ന്യായീകരിക്കുകയാണ് അതേ പാലക്കാട്ടുകാരനായ എക്സൈസ് മന്ത്രി MP രാജേഷ്. ബ്രൂവറി അനുമതിക്കായി ടെൻഡർ വിളിക്കേണ്ട കാര്യമേ ഇല്ല എന്നാണ് മന്ത്രി രാജേഷ് പറഞ്ഞിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കമ്പനിക്കാണ് അനുമതി നൽകിയത്. മദ്യത്തെ എതിർത്ത പ്രതിപക്ഷ നേതാവിനെ പുലഭ്യം പറയുകയാണ് മന്ത്രി. അതായത് നിയമാനുസൃതം പരിശോധിച്ചാണ് അനുമതി നൽകിയതെന്നും മദ്യനിർമ്മാണശാലകൾക്ക് അനുമതി നൽകുമെന്ന് മദ്യനയത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നുമാണ് എക്സൈസ് മന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേരളത്തെ മദ്യമുക്തമാക്കുമെന്ന് പറഞ്ഞ അധികാരത്തിലെത്തിയ ഒരു മന്ത്രിയാണ് ഒരു ഉളുപ്പുമില്ലാതെ ഇങ്ങനെ പറയുന്നത്. ബ്രൂവറിക്ക് അനുമതി നൽകിയ കമ്പനി ദില്ലി മദ്യനയ കേസിൽ ഉൾപ്പെട്ട ഒരു കമ്പനിയാണ്. കോളേജ് തുടങ്ങാൻ വേണ്ടിയാണ് ആ കമ്പനി 2 വർഷം മുൻപ് പാലക്കാട് ജില്ലയിലെ എലപ്പുള്ളി പഞ്ചായത്തിൽ സ്ഥലം വാങ്ങിയത്, കഞ്ചിക്കോടിനടുത്ത്. ഉടമ ആണെങ്കിൽ മദ്യനയ കേസിൽ അറസ്റ്റിലായ വ്യക്തി കൂടിയാണ്. അപ്പോൾ വളരെ വ്യക്തമാണ് വലിയൊരു അഴിമതിയാണ് ഇതിന് പിന്നിൽ ഉള്ളത് എന്നുള്ളത്. രഹസ്യമായി എന്തുകൊണ്ട് ഈ കമ്പനിയുമായി ചർച്ച നടത്തി മറ്റ് കമ്പനികളെ എന്തുകൊണ്ട് അറിയിച്ചില്ല എന്ന് കേരളത്തിന് അറിയാൻ താല്പര്യമുള്ളപ്പോൾ അതിൻ്റെ നിയമവശങ്ങൾ പറഞ്ഞ് തടി തപ്പാൻ ശ്രമിക്കുകയാണ് മന്ത്രി രാജേഷ് അടക്കമുള്ള ഇടത് സർക്കാരിൽ എല്ലാവരും. എന്നാൽ അവർ ഒരാളെ പേടിച്ചേ മതിയാകും, പാലക്കാട് MP VK ശ്രീകണ്ഠനെ. അദ്ദേഹം ഇതിനെല്ലാം വ്യക്തമായി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. മദ്യം ഉൽപ്പാദിപ്പിക്കാൻ ബ്രൂവറി കമ്പനി തുടങ്ങാനായി പാലക്കാട്ടേക്ക് ആരും വരണ്ട, മന്ത്രിയല്ല ഇനി വൻകിട കമ്പനി എന്നല്ല, ഒരു പൊന്നുമോനെയും പാലക്കാട്ട് കാലുകുത്തിക്കില്ല ഇതിനു വേണ്ടി എന്ന മുന്നറിയിപ്പും താക്കീതുമാണ് അദ്ദേഹം മന്ത്രിക്ക് നൽകിയിരിക്കുന്നത്. ഈ വാക്കുകൾ കൊണ്ട് മന്ത്രി രാജേഷിന്റെ കഴുത്തിന് പിടിച്ച് പുറത്താക്കി കഴിഞ്ഞു പാലക്കാടിന്റെ MP VK ശ്രീകണ്ഠൻ എന്ന് തന്നെ പറയാം. പാലക്കാട്ട് 10 വർഷത്തോളം MP ആയ വ്യക്തിയാണ് ഇന്നത്തെ മന്ത്രി MP രാജേഷ്. അദ്ദേഹത്തിന് ഈ നാട്ടിലെ കാര്യങ്ങളെല്ലാം അറിയാം. കുടിവെള്ളത്തിന് നിത്യദാരിദ്ര്യം അനുഭവിക്കുന്ന വലിയൊരു പ്രദേശത്ത് 1 ലിറ്റർ വെള്ളം പോലും നൽകാൻ കഴിയാത്ത ഈ സർക്കാർ കോടിക്കണക്കിന് ലിറ്റർ വെള്ളമെടുത്താണ് ഇത്തരം മദ്യ കമ്പനികൾക്ക് കൊടുക്കുന്നത് എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവുകൾ അവിടുത്തെ ജനങ്ങൾക്ക് കിട്ടിയതിൻ്റെ സാഹചര്യത്തിൽ MP-ക്കൊപ്പം നിന്ന് ജനങ്ങളും പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ വ്യക്തമായ പിന്തുണയോടുകൂടി തന്നെയാണ് MP പറയുന്നത് ഇതിൻ്റെ പേരിൽ ഒരാളെയും പാലക്കാട്ടേക്ക് കാലുകുത്താൻ അനുവദിക്കില്ല എന്നുള്ളത്. മന്ത്രിക്ക് ഇത് വലിയ തിരിച്ചടി തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. നമുക്ക് പാലക്കാട് MP ശ്രീകണ്ഠന്റെ വാക്കുകൾ കേട്ടുനോക്കാം. ശ്രീ MP രാജേഷ് പാലക്കാട്ടെ ജനപ്രതിനിധിയാണ്. 10 കൊല്ലക്കാലം അദ്ദേഹം MP ആയിരുന്ന പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലാണ് ഈ ഡിസ്റ്റിലറിക്കായിട്ടുള്ള സ്ഥലം എന്നാണ് അറിഞ്ഞത്. അദ്ദേഹം പറഞ്ഞതുപോലെ കഞ്ചിക്കോടല്ല, കഞ്ചിക്കോട് തൊട്ടടുത്ത് എലപ്പുള്ളി പഞ്ചായത്തിലെ വിക്ടറി പേപ്പർ മില്ലിൻ്റെ 26 ഏക്കർ സ്ഥലത്താണ് 6-ാം വാർഡിലാണ് ഈ ഒരു ബ്രൂവറി ഡിസ്റ്റിലറി വരാൻ വേണ്ടി ആലോചിക്കുന്നത്. ഈ പഞ്ചായത്തിൽ കഴിഞ്ഞ എത്ര വർഷക്കാലമായി എല്ലാവരും കൂട്ടായിട്ട് ശ്രമിച്ചിട്ട് ഒരു തുള്ളി വെള്ളം, സ്വന്തമായിട്ടുള്ള ഒരു ശുദ്ധജല വിതരണ പദ്ധതി നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത്. 10,000-കണക്കിന് പേർ താമസിക്കുന്ന ഈ എലപ്പുള്ളി പഞ്ചായത്തിൽ 500-ൻ്റെ അടുത്ത് കുഴൽക്കിണറുകൾ കുഴിച്ച് 400ഓളം കുഴൽക്കിണറിലാണ് വെള്ളം കിട്ടിയത്. അതിലിപ്പോൾ 300-ൽ താഴെയാണ് പ്രവർത്തിക്കുന്നത്. ഈ ചെറിയ ചെറിയ ശുദ്ധജല പദ്ധതിയാണ് ഇപ്പം നിലവിൽ അവിടെ ഉള്ളത്. ഇനി കേരള സർക്കാരിൻ്റെ മദ്യനയം, പുതിയ മദ്യനയം അനുസരിച്ച് പുതിയ ഡിസ്റ്റിലറി തുടങ്ങാം, എത്തനോൾ ഉൽപ്പാദിപ്പിക്കാം എന്നൊക്കെയുള്ള ന്യായീകരണം ശ്രീ രാജേഷിൻ്റെ ഭാഗത്തുനിന്ന് കണ്ടു. അങ്ങനെയാണെങ്കിൽ വർഷങ്ങളായി കാത്തിരിക്കുന്ന സർക്കാരിൻ്റെ ഉടമസ്ഥതയുള്ള നേരത്തെ പൂട്ടിയ ചിറ്റൂർ ഷുഗേഴ്സ്, മലബാർ ഡിസ്റ്റിലറീസ് എന്നുള്ള പേരുള്ള ആ മലബാർ ഡിസ്റ്റിലറീസിന് എന്തുകൊണ്ടാണ് ഇതുവരെ വെള്ളം കൊടുക്കാനുള്ളൊരു തീരുമാനം ഉണ്ടാകാറുണ്ട്? എന്തുകൊണ്ടാണ് ആ കമ്പനി ഇതുവരെ പ്രവർത്തിക്കാതിരുന്നത്?
അപ്പോൾ സർക്കാർ തലത്തിൽ വലിയ സൗകര്യവും സംവിധാനവും ഇതേ പാലക്കാട് ചിറ്റൂർ ഷുഗേഴ്സ് നേരത്തെ പൂട്ടിയ കമ്പനി സർക്കാർ ഇപ്പോൾ നേരിട്ട് നടത്താൻ ഉദ്ദേശിച്ച് ഏകദേശം 10 വർഷത്തിലധികമായി മലബാർ ഡിസ്റ്റിലറീസ് ആരംഭിക്കുമെന്ന് ഇതേ മന്ത്രി പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുണ്ട്. ബ്രാൻഡി സ്വന്തമായി കേരളത്തിൻ്റെ ബ്രാൻഡായിട്ട് അവതരിപ്പിച്ച് മന്ത്രി പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ പൊതുമേഖലാ സ്ഥാപനത്തിൽ സർക്കാർ സംവിധാനത്തിൻ്റെ കീഴിൽ എന്തുകൊണ്ട് തുടങ്ങിയില്ല എന്നുള്ളൊരു ചോദ്യം ഞാൻ അദ്ദേഹത്തോട് ഉന്നയിക്കുകയാണ്. അവിടേക്ക് ആവശ്യമായ വെള്ളം കൊടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് വിശദീകരിക്കാൻ ആദ്യം മന്ത്രി തയ്യാറാകുക. രണ്ടാമത്തെ കാര്യം, ഈ പഞ്ചായത്തിലെ ഇതിനു മുമ്പ് ഏകദേശം 9 വർഷം മുമ്പാണ് ഒരു ബ്രൂവറീസ് ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള മന്ത്രിസഭയുടെ ഇതേപോലെ തീരുമാനം വന്നു. എന്തായിരുന്നു പ്രതികരണം? ജനങ്ങളുടെ അന്നത്തെ ശക്തമായ പ്രതിഷേധം എന്തായിരുന്നു എന്ന് അന്ന് MP ആയിരുന്ന MP രാജേഷിന് അറിവുണ്ടാവും. അല്ലെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രി ഇപ്പോഴും പിണറായി വിജയൻ, അന്നും പിണറായി വിജയൻ തന്നെയാണ്. അദ്ദേഹത്തിനും അറിയാം ഇതേപോലൊരു മന്ത്രിസഭാ തീരുമാനം പൊടുന്നനെ വരികയായിരുന്നു. അവിടുത്തെ ജനങ്ങൾ കുടിവെള്ളത്തിനായി നെട്ടോട്ടം ഓടുകയാണ് വർഷങ്ങളായിട്ട്. ഇവിടെ വാളയാർ ഡാമിൽ നിന്നും ആണ് അവിടേക്ക് കുടിവെള്ളം എത്തിക്കുന്നത്. വാളയാർ ഡാമിൽ നിന്നും തൊട്ടടുത്ത് മലമ്പുഴ ഡാമുണ്ട്. അതിൻ്റെ ഒരു പ്രദേശമല്ല ജലവിതരണ പദ്ധതി, മലമ്പുഴയുടെ അല്ല, വാളയാറിൻ്റെയാണ്. 5ഓളം പഞ്ചായത്തുകൾ, കുഞ്ഞാമ്പാറ തൊട്ട് എലപ്പുള്ളി വരെയുള്ള 5ഓളം പഞ്ചായത്തിലേക്ക് ജലജീവൻ മിഷൻ്റെ പ്രവർത്തനം നടന്നു വരികയാണ്. 50% പോലും പൈപ്പിടൽ പദ്ധതി പൂർത്തിയായിട്ടില്ല. വേനൽക്കാലത്ത് മാത്രമല്ല, മഴക്കാലത്ത് പോലും കുടിവെള്ളത്തിനായി കുടം ചുമന്നു പോകുന്ന അമ്മമാരുടെ സഹോദരിമാരുടെ നാടാണ് ഈ MP രാജേഷ് MP ആയിരുന്ന ഈ പ്രദേശം. അദ്ദേഹം മന്ത്രിയായിട്ട് പാലക്കാട് നൽകാൻ പോകുന്ന വലിയൊരു സംഭാവനയാണ്. എന്താണ് സംഭാവന? മൾട്ടി ഫീഡ് ഡിസ്റ്റിലേഷൻ. എന്താണ്? സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കുക, ബ്രാൻഡി വൈന് ഉൽപ്പാദിപ്പിക്കുക, ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിൻ്റെ ബോട്ടിലിംഗ് പ്ലാന്റ് ആരംഭിക്കുക. വലിയൊരു സംഭാവനയാണ് അദ്ദേഹം മന്ത്രിയായിട്ട് ഇത്രയും വർഷമായിട്ട് ഈ നാടിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ അനുകമ്പയാണ്. അദ്ദേഹം ആ കമ്പനിയെ കേന്ദ്ര സർക്കാരിൻ്റെ ലിസ്റ്റ് ചെയ്ത കമ്പനി എന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഒരു രഹസ്യമായ ഒരു നീക്കം നടത്തുമ്പോൾ എന്തുകൊണ്ടാണ് മലബാർ ഡിസ്റ്റിലറീസിന് 10 വർഷത്തിലധികമായി പ്രഖ്യാപിച്ചിട്ടുള്ള ആ ഡിസ്റ്റിലറിക്ക് എന്തുകൊണ്ട് വെള്ളം കൊടുക്കാൻ സർക്കാർ തയ്യാറായില്ല? ഈ എക്സൈസ് മന്ത്രി തയ്യാറായില്ല? മന്ത്രിയുടെ ന്യായീകരണം കേൾക്കുമ്പോൾ അദ്ദേഹം പഴയ കാലത്തു നിന്നുള്ള ആ ശൈലിയൊക്കെ വിട്ട് ഇപ്പോൾ പാർട്ടിയുടെ ഒരു അടിമയായതുപോലെയാണ്. ഈ നാട്ടിൽ പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ കീഴിലുള്ള റേഷൻ കടകളിൽ അരിയില്ല. എന്താ കാരണം? അരി വിതരണം നിലച്ചിരിക്കുക. കാരണം എന്താ അറിയോ? അവിടെ നിന്നും FCI ഗോഡൗണിൽ നിന്നും ലോറിയിൽ ട്രാൻസ്പോർട്ടേഷൻ നടത്തിയ ഉടമകൾക്ക് പണം കൊടുത്തിട്ടില്ല. കയറ്റിറക്കി നടത്തിയ തൊഴിലാളികൾക്ക് കൂലി കൊടുത്തിട്ടില്ല. പല റേഷൻ കടകളും ഒഴിഞ്ഞു കിടക്കുകയാണെന്നുള്ള വലിയ വാർത്തയാണ്. ജില്ലാ മെഡിക്കൽ ആശുപത്രിയിൽ ഉൾപ്പെടെയുള്ള പല ആശുപത്രികളിലും സർക്കാർ സംവിധാനത്തിൽ മരുന്നില്ല. അപ്പോൾ മരുന്നില്ലാത്ത, അരിയില്ലാത്ത ഈ നാട്ടിൽ ഇഷ്ടം പോലെ എത്തനോൾ, അത് എത്രയാ ഒരു വർഷം 18 കോടി ലിറ്ററാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ആ പഞ്ചായത്തിൽ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ഒരു 5 ലക്ഷം ലിറ്റർ വെള്ളം കൊടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവിടെയുള്ള പാവപ്പെട്ടവരുടെ ദാഹം അകറ്റായിരുന്നു. അപ്പോൾ ഇതിന് മുമ്പിൽ വലിയ ഒരു ഗൂഢാലോചനയുണ്ട്. ഇങ്ങനെ വരണ്ടുണങ്ങിയ ഒരു പ്രദേശത്ത് വൻതോതിലുള്ള ഒരു മദ്യ കമ്പനി ആരംഭിക്കാൻ എക്സൈസ് വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ ഗവൺമെൻറ് പരിശ്രമിച്ചാൽ, മന്ത്രിസഭ അങ്ങനെ തീരുമാനമെടുത്താൽ ആ തീരുമാനം കടലാസിൽ നിൽക്കുള്ളൂ. ഈ കമ്പനി ഈ പ്രദേശത്ത് കാലുകുത്തില്ല എന്ന് ഈ നാട്ടിലെ ജനങ്ങളെ സാക്ഷിയാക്കി ഞാൻ പറയാൻ ആഗ്രഹിക്കുക. കാരണം അത്രയേറെ പ്രയാസപ്പെടുന്ന ഒരു ജനതയുടെ മുമ്പിലാണ്. ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന പെപ്സി കമ്പനി പൂട്ടിയത്. തൊഴിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ശരിയാ. പക്ഷെ ആ കമ്പനി ദീർഘവീക്ഷണത്തോടുകൂടി കണ്ടു ഇനി അധികകാലം വെള്ളം ഊറ്റാൻ അവിടെ ഇല്ല. അത് തൊട്ടടുത്താണ്, ഏതാനും കിലോമീറ്റർ അപ്പുറത്താണ് കഞ്ചിക്കോട്. ഇതിനു മുമ്പ് നിങ്ങൾക്കറിയാം, ചിറ്റൂര് വലിയ കമ്പനിയായിരുന്നു കൊക്കക്കോള കമ്പനി. ഇതിന് അനുമതി കൊടുത്തത്, അതിനെല്ലാം ഒത്താശയും ചെയ്തു കൊടുത്തത് അന്നത്തെ മന്ത്രി, അന്നത്തെ ഗവൺമെൻറ് ഇടതുപക്ഷമാണ്. അവരാണ് എല്ലാ പിന്തുണയും കൊടുത്തത്. പിന്നീട് ജനങ്ങളുടെ പ്രതിഷേധം കണ്ട് ആഗോളതലത്തിൽ തന്നെ പ്രതിഷേധം വന്നു. സംസ്ഥാന മാത്രമല്ല, പല രാജ്യത്തുള്ള പലരും, പ്രമുഖരും, ഈ പരിസ്ഥിതിവാദികൾ ഉൾപ്പെടെ പാവപ്പെട്ട ആളുകളുടെ കുടിവെള്ളം ഉൾപ്പെടെ സംരക്ഷിക്കപ്പെടണം എന്നാവശ്യപ്പെട്ട് കൊക്കക്കോളയ്ക്കെതിരെ നടത്തിയ വലിയ പ്രക്ഷോഭമാണ് ആ കമ്പനി പൂട്ടിപ്പോയത്. അങ്ങനെ പൂട്ടിപ്പോയ കമ്പനികളുടെ നാട്ടിലാണ് പുതിയതായിട്ട് ഈ
വെള്ളം ഊറ്റാൻ വേണ്ടി ഇതുപോലെ ഒരു കമ്പനിയിൽ നിന്ന് അവിഹിതമായി തന്നെ പറയാം. കാരണം ഒരു കമ്പനി ഇൻവെസ്റ്റ്മെന്റിന് തയ്യാറായിരുന്ന ഈ പാലക്കാട്ടെ ഇൻവെസ്റ്റ്മെന്റിന് തയ്യാറായ എത്രയോ സംരംഭകരെ എല്ലാ അർത്ഥത്തിലും പീഡിപ്പിച്ച് ഇവിടുന്ന് പറഞ്ഞയച്ചവരാ ഈ ഗവൺമെന്റ് പ്രതികൾ. ഡൽഹിയിലും പഞ്ചാബിലും അഴിമതിയിലും കെടുകാര്യസ്ഥതയിലും ജനദ്രോഹത്തിലും മുൻപന്തി നിന്ന് പ്രതികൂട്ടിലായ ഒരു കമ്പനിയെ ക്ലീൻ ചിറ്റ് കൊടുത്ത് അവതരിപ്പിക്കാൻ നാണമുണ്ടോ ഈ മന്ത്രിക്കെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇവിടുത്തെ ജനങ്ങളോട് എന്ത് പ്രതിപത്തിയ ഗവൺമെന്റിനുള്ളത്? ഈ പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങളെ മദ്യത്തിൽ മുക്കി കൊല്ലാനാണ് ഈ ഗവൺമെന്റ്. കേരളത്തിൽ 28 ബാർ ഉണ്ടായിരുന്നത് 856 ബാറായി. എപ്പോഴാണ് 28 ബാർ? ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുമ്പോൾ 28 ബാറാണ്. അന്നത്തെ ഇഷ്യൂസ് പല രീതിയിൽ പല വിഷയങ്ങളുണ്ട്. പക്ഷെ അതിൽ നിന്നും 856 എത്തി. ബീവറേജിന്റെ ഔട്ട്ലെറ്റ് 300-ന്റെ അടുത്ത് എത്തി. കൺസ്യൂമർ ഫെഡിന്റെ ഏകദേശം 50ഓളം ഉണ്ട്. നമ്മുടെ കേരളത്തിൽ 500-ലധികം ബിയർ വൈൻ പാർലറുകളുണ്ട്. ഇങ്ങനെ കേരളം മുഴുവൻ മുക്കിലും മൂലയിലും മദ്യം വിളമ്പുന്നതാണോ LDF ഗവൺമെന്റിന്റെ നയം ഉണ്ടായിരുന്നു? പ്രഖ്യാപിത നയങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രഖ്യാപിച്ചത് KPS ലളിതയും ഇന്നസെന്റിനെയും വെച്ച് പരസ്യം നൽകി നമ്മുടെ മുമ്പിലില്ലേ? ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വളരെ വൈബായിട്ട് അത് കാണുന്നുണ്ട്. എന്താണ്? നുണ പറയുന്നവരെ സൂക്ഷിക്കണം. എന്നിട്ട് എന്താ പറഞ്ഞ്? മദ്യത്തിന്റെ വ്യാപനം ഇല്ലാതാക്കും. ഇവിടെ മദ്യം വ്യാപകമാക്കിയത് UDF ആണ്. അപ്പൊ അവരാണ് മദ്യ മുതലാളിമാർക്ക് വേണ്ടി ബാർ കോഴ നടത്തിയത് എന്നൊക്കെ പറഞ്ഞ് അധികാരത്തിൽ വന്നവരാ. ഇവർ വന്നിട്ട് 28-ൽ നിന്നും 856 ബാറാക്കി. ഏകദേശം 1000-ഓളം ഔട്ട്ലെറ്റുകൾ ഇവിടെ പ്രവർത്തിക്കുകയാണ്. അപ്പൊ കേരളം മുഴുവൻ മദ്യമൊഴുക്കി, മയക്കുമരുന്ന് ഒഴുക്കി ഈ എല്ലാ ജനകീയ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടാമെന്ന് ആലോചിക്കുക. പക്ഷെ ഇത് ഒരു കാരണവശാലും അനുവദിക്കില്ല. മലബാർ ഡിസ്റ്റിലറീസിന്റെ പേരിൽ എന്തുകൊണ്ടാണ് വെള്ളം കൊടുത്ത് അത് പ്രവർത്തനമാക്കാത്തത്? ഈ വൻകിട കമ്പനിക്കാരെ, ഈ കുത്തക കമ്പനിക്കാരെ ഒറ്റയ്ക്ക് ക്ഷണിച്ച് കോടിക്കണക്കിനുള്ള അഴിമതി ആരോപണം ഇപ്പൊ തന്നെ വന്നു കഴിഞ്ഞു. അഴിമതി നടത്താൻ തന്നെയാണ് ഈ ഗവൺമെന്റ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ്, എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷിന്റെ നേതൃത്വത്തിൽ നടത്തുന്നതെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആരോപണം. അതുകൊണ്ട് ഈ കമ്പനിക്ക് മന്ത്രിസഭ അംഗീകാരം കൊടുത്താലും ഇവിടുത്തെ ജനങ്ങൾ അംഗീകാരം കൊടുക്കില്ല. കാല് കുത്താൻ ഞാൻ അടിവരയിട്ട് പറയുകയാണ്, ഇത്തരത്തിലൊരു കുടിവെള്ള മൂറ്റ് കമ്പനിയെ ഇവിടെ പ്രതിഷ്ഠിക്കാമെന്ന് മന്ത്രിസഭ